ഹായ് ഗൈസ്, പവിത്രം പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് പവിത്രം ക്ലൈമാക്സിലേക്ക്. ചന്ദ്രശേഖരനെ കൊന്ന കുറ്റത്തിൽ വിക്രമിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. കോടതി കൂടി ജഡ്ജി വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, ഈ കുറ്റം വിക്രം ചെയ്തതാണോ എന്ന്. വിക്രം ഞാനല്ല അത് ചെയ്തത് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഡിഫൻസ് വക്കീലായ ദർശൻ വിക്രം തന്നെയാണ് ചന്ദ്രശേഖരനെ കൊന്നതെന്നും പുലിക്കനെയും വരുണിനെയും കൊന്നതും വിക്രമാണെന്നും അതിനാൽ ഇവർ ഒളിച്ചു താമസിക്കുകയായിരുന്നു, അവിടെ നിന്നുമാണ് ശ്രീകാന്ത് ഇവരെ പിടിച്ചുകൊണ്ടുവന്നത് എന്നും അന്നേരമുള്ള അടിപിടിയിലാണ് ചന്ദ്രശേഖരനെ വിക്രം കൊന്നത് എന്നും ഇനി 2 സാക്ഷികളും കൂടിയുണ്ട്, അത് ശ്രീകാന്തും തോട്ടത്തിലെ ജോബിയുമാണ്, അതിനാൽ വിക്രത്തിനെ വിടരുതെന്നും വിട്ടയച്ചാൽ ശ്രീകാന്തിന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും വാദിക്കുന്നു. ഇതിനിടയിൽ ആരും കാണാതെ വേദ വിക്രമിനെ കാണാൻ ജയിലിൽ വരുന്നുണ്ട്. വിക്രമിനെ കണ്ട് താനൊരു അമ്മയും വിക്രം അച്ഛനുമാകാൻ പോകുന്നുവെന്ന വിവരം അറിയിക്കുന്നുമുണ്ട്. ഇതറിഞ്ഞ വിക്രമിന്റെ കണ്ണുകൾ തിളക്കമുണ്ടാകുന്നു. വിക്രമിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടെ ശ്രീനിവാസനും വാസവനും ഇടുക്കിയിലെ ഹൈറേഞ്ചിലെത്തി മൈക്കിൾ അച്ഛനെയും ഗീവർഗീസിനെയും കാണുന്നു. തോട്ടക്കാരൻ ജോബിക്ക് വിക്രമിനോടുള്ള വൈരാഗ്യത്തിന്റെ കാരണം മനസ്സിലാക്കി ജോബിയെ കണ്ടെത്തി സത്യം പറയിപ്പിക്കുന്നു. ജോബി എല്ലാ സത്യങ്ങളും പറയുന്നുണ്ട്. വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാം ശ്രീകാന്തിന്റെ പ്ലാനിംഗ് ആണ് എന്നും പറയുന്നു. ഇതിനിടയിൽ വിക്രം ജയില് ചാടി ശ്രീകാന്തിന്റെ മുറിയിലെത്തി തോർത്തുകൊണ്ട് മുഖം മൂടി കുത്താൻ ഒരുങ്ങുമ്പോഴേക്കും എന്നെ കൊല്ലരുത്, ഞാൻ എല്ലാ സത്യങ്ങളും പറയാമെന്ന് പറയുന്നു. ശ്രീകാന്ത് പറയുന്നത് മുഴുവൻ വിക്രം മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്നു. അങ്ങനെ ശ്രീകാന്തിനെയും കൂട്ടി താഴേക്ക് ഇറങ്ങുമ്പോൾ ശങ്കരനാരായണനും എല്ലാവരും ഉണർന്നു വന്നു. അവരുടെ എല്ലാം വിക്രം പറഞ്ഞു, എനിക്ക് ജീവിക്കണം, വേദയോടൊപ്പം സുഖമായി ജീവിക്കണം, ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കാൻ വയ്യ, ഇവൻ എല്ലാ സത്യങ്ങളും ഏറ്റുപറയുമെന്ന് പറഞ്ഞപ്പോൾ ശങ്കരനാരായണനും വിക്രമിനോടൊപ്പം ചേരുന്നു. എല്ലാവരും പോലീസ് സ്റ്റേഷനിലെത്തി ശ്രീനിവാസനും ജോബിയുമായി വന്നു. എല്ലാ സത്യങ്ങളും പോലീസിനോട് പറയുന്നു. എങ്കിലും വിക്രത്തിന് ചുരുങ്ങിയത് 6 വർഷം ജയിൽ ശിക്ഷ കിട്ടുന്നു. വരുണിനെ കൊന്നത് സാബുവാണ് എന്ന് ശ്രീകാന്ത് പറഞ്ഞതനുസരിച്ച് വാസവൻ ശ്രീകാന്തിനെയും സാബുവിനെയും കൊന്ന് ആ ശിക്ഷ ഏറ്റുവാങ്ങുന്നു. പിന്നീട് വിക്രം കളക്ടറായി പിന്നീട് 6 വർഷങ്ങൾക്ക് ശേഷം ജയിൽ മോചിതനായി വരുന്ന വിക്രം കളക്ടറായ വേദയെയും 5 വയസ്സുള്ള മകളെയും കാണുന്നു. ഇതാണ് സീസൺ 2 ഉദ്ദേശിച്ചിരിക്കുന്ന കഥ എന്ന് തോന്നുന്നു. പ്രേക്ഷകരെ ദുഃഖിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് നിർത്തേണ്ടി വന്നല്ലോ സീസൺ 1, അതുകൊണ്ടാകാം സീസൺ 2 നല്ല രീതിയിൽ അവസാനിപ്പിച്ചത്. ഇതൊക്കെയാണ് ഇനി വരാനുള്ള സംഭവവികാസങ്ങൾ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സഹകരിക്കുക. മറ്റൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.